UDF യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് UDF കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്ന് പാണക്കാട് കുടുംബവും പ്രധാന നേതാക്കളും ഹജ്ജിന് പോയതിനാൽ സാദിഖ് അലി തങ്ങൾ എത്തിയില്ല. പകരം എത്തേണ്ട അബ്ബാസ് അലി തങ്ങൾ ജില്ലയിൽ ഉണ്ടായിട്ടും പങ്കെടുത്തില്ല. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ KPCC അധ്യക്ഷൻ K സുധാകരനും പങ്കെടുത്തില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി നൃപൻ ചേരുന്നുണ്ട്. നൃപൻ, നമുക്കറിയാം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ കോൺഗ്രസിലെയും UDFിലെയും ലീഗിലെയും തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്നും പാണക്കാട് കുടുംബവും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും വിട്ടുനിന്നു എന്ന വാർത്ത പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിട്ടുനിൽക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അത് വലിയ തരത്തിൽ ഇതിനകം തന്നെ വിവാദമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള രണ്ടുപേർ, ഒരാൾ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു മുൻ രമേശ് ചെന്നിത്തലയും, ഒപ്പം തന്നെ K സുധാകരനും, ഒപ്പം തന്നെ മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള K മുരളീധരനും ഈ കൺവെൻഷനിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ ഈ പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരു പ്രതിനിധികളും ഈ യോഗത്തിൽ UDFന്റെ കൺവെൻഷനിൽ പങ്കെടുത്തില്ല എന്നാണ്. നിലമ്പൂർ പോലത്തെ ഒരു അസംബ്ലി മണ്ഡലത്തിലെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. പാണക്കാട് കുടുംബത്തിന് വലിയ സ്വാധീനമുള്ള, ലീഗിന് വലിയ സ്വാധീനമുള്ള ആ സ്ഥലത്ത് നടക്കുന്ന ഒരു സംസ്ഥാന ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ, UDFന്റെ നേതാക്കളൊക്കെ തന്നെ അണിനിരുന്ന വേദിയിൽ പാണക്കാട് കുടുംബത്തിലെ ആരും പങ്കെടുത്തില്ല എന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാദിഖ് അലി തങ്ങൾ ഇതിൽ പങ്കെടുത്തില്ല. അദ്ദേഹം ഹജ്ജിന് പോയത് കൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്നതാണ് ലഭിക്കുന്ന വിവരം. പകരം എത്തേണ്ട അബ്ബാസ് അലി തങ്ങളും ഈ പറയുന്ന കൺവെൻഷനിൽ പങ്കെടുത്തിട്ടില്ല. അബ്ബാസ് അലി തങ്ങൾ ജില്ലയിൽ ഉണ്ടായിട്ടുമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത്. ഈ തങ്ങൾ കുടുംബത്തെ നേരത്തെ തന്നെ ആര്യാട ഷൗക്കത്ത് പരസ്യമായി അവഹേളിക്കുകയും പലതരത്തിലുള്ള പ്രസംഗങ്ങളിലും പലതരത്തിലുള്ള വീഡിയോകളും ഒക്കെ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം PV അൻവർ അടക്കം ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഈ PV അൻവർ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയത് ലീഗിന്റെ നേതൃത്വത്തിലാണ്. PK കുഞ്ഞാലിക്കുട്ടി നേരിട്ടാണ് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയത്. പക്ഷേ ചർച്ചയിൽ വെച്ച നിർദ്ദേശങ്ങളൊന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അംഗീകരിച്ചിരുന്നില്ല. ഇതിന്റെ ഭാഗമായി വലിയ തരത്തിലുള്ള വിയോജിപ്പ് ലീഗിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഈ പരിപാടിയിൽ നിന്ന് തങ്ങൾ കുടുംബത്തിലെ നേതാക്കൾ വിട്ടുനിന്നതിൽ വലിയ തരത്തിൽ വിവാദമായിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായി ലീഗ് നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കണം. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള നേതാക്കളും ഇത് സംബന്ധിച്ച വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം കണ്ണൂരിൽ മുൻ KPCC അധ്യക്ഷനായ K സുധാകരനുണ്ട്, രമേശ് ചെന്നിത്തല സ്വന്തം മണ്ഡലത്തിൽ ഹരിപ്പാട് ഉണ്ട് എന്ന, ആലപ്പുഴയിൽ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. K മുരളീധരൻ തിരുവനന്തപുരത്തുമുണ്ട്. പക്ഷേ ഈ മൂന്ന് നേതാക്കളും ഇന്നത്തെ കൺവെൻഷനിൽ പങ്കെടുത്തില്ല. ഈ മൂന്ന് നേതാക്കളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയ നേതാവാണ്. K സുധാകരനാണ് ഈ PV അൻവറുമായി വിവിധ ഘട്ടത്തിൽ ചർച്ച നടത്തുകയും അൻവറിനെ UDFിലേക്ക് എടുക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തത്. PV അൻവർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ആര്യാട ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മുൻ KPCC അധ്യക്ഷനായ K സുധാകരൻ അറിഞ്ഞത് പോലുമില്ല, താൻ പറഞ്ഞാണ് K സുധാകരൻ ഈ കാര്യം അറിയുന്നത് എന്നാണ് വെളിപ്പെടുത്തിയത്. ഇതിലൂടെ അടിസ്ഥാനത്തിൽ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് K സുധാകരനും രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ K മുരളീധരനും പങ്കെടുക്കാത്തതും, ഒപ്പം തന്നെ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരു പ്രതിനിധിയും മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ, നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഇതിനകം തന്നെ ചർച്ചയായിട്ടുണ്ട്. ശ്രീനിധി, ധ്രുവൻ പറഞ്ഞത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ആര്യാടൻ ഷൗക്കത്ത് നേരത്തെയും തങ്ങൾ കുടുംബത്തെയും ലീഗിനെയും ഒക്കെ വിമർശിച്ച ഒരു സാഹചര്യമുണ്ടായി. അതുതന്നെ ആയിരിക്കാം ഈ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അവർ പങ്കെടുക്കാത്തതും എന്ന് തന്നെ മനസ്സിലാക്കണം, അല്ലേ? ശ്രീനിധി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീനിധി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഏറെ പ്രസക്തമാണ്. കാരണം ഈ ആര്യാട ഷൗക്കത്ത് നിരന്തരമായി പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ കുടുംബത്തെ അവഹേളിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ലീഗ് അണികൾക്ക് തന്നെ മറുപടി പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്.
ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ നിലമ്പൂരിൽ വെച്ച് ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ KC വേണുഗോപാൽ അടക്കം പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനിൽ നിന്ന് ലീഗിന്റെ പ്രതിനിധികൾ, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ കുടുംബം തന്നെ വിട്ടുനിൽക്കുന്നത് ശ്രദ്ധേയമാകുന്നത്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട നേതാക്കളാണ് കോൺഗ്രസിന്റെ. ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവ്, 2 മുൻ KPCC അധ്യക്ഷന്മാർ. അതിൽ K സുധാകരന്റെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. കാരണം PV അൻവറുമായിട്ടുള്ള അദ്ദേഹത്തിനെ UDF-ലേക്ക് ക്ഷണിക്കുന്നതും UDF-ലെ അംഗമായി തങ്ങളെ UDF-ലേക്ക് ഉൾപ്പെടുത്തും എന്ന തരത്തിൽ ഉറപ്പ് നൽകുകയും പലതരത്തിൽ ചർച്ചകൾ നടത്തുകയും ചെയ്ത ഒരു നേതാവ് കൂടിയാണ് K സുധാകരൻ. K സുധാകരൻ ഇപ്പോൾ കണ്ണൂരുണ്ട്. എന്നിട്ടും അദ്ദേഹം ഈ കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അപ്പോ മുതിർന്ന നേതാക്കൾക്കൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ട് എന്ന സൂചന കൂടി ഈ കൺവെൻഷനിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കൽ സൂചന നൽകുന്നുണ്ട്. ശ്രീനിധി. നിർഭൻ, അതേപോലെ തന്നെയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് PV അൻവറിന്റെ വിഷയത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു കോൺഗ്രസ് ആയിരുന്നു അത്. നേതാക്കൾക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, അവർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം K സുധാകരൻ ഉൾപ്പെടെ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കാരണം. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ് കോൺഗ്രസിനിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അവരിടയിലെ തർക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് തുടർന്നോളൂ. തീർച്ചയായും ശ്രീനിധി, തീർച്ചയായും തർക്കങ്ങളുടെ പ്രതിഫലനമായി ഇത് കാണേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം മുതൽ UDF-നുള്ളിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. ഒപ്പം തന്നെ ലീഗിന്, പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗിന് ഉള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, ലീഗ് ഈ UDF-നകത്ത് അകത്ത് ഉന്നയിച്ച നിരവധി പ്രശ്നങ്ങൾ പരിഗണിക്കാതിരിക്കുന്ന സമീപനം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന വിമർശനം കഴിഞ്ഞ ദിവസം PV അൻവർ തന്നെ നടത്തിയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലീഗിന്റെ നേതൃയോഗത്തിൽ കഴിഞ്ഞ ദിവസം VD സതീശനെതിരെ ഗുരുതരമായ ആരോപണം ഉണ്ടായി. താൻ പ്രമാണിത്വവും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഏകാധിപത്യ പ്രവണതകളും വലിയ തരത്തിൽ മുന്നണിയെ ബാധിക്കുന്നുണ്ട്. അത് PV അൻവറിന്റെ വിഷയം മുന്നണിക്കുള്ളിൽ പരിഹരിക്കാനുള്ള സമീപനം ഉണ്ടാകേണ്ടതായിരുന്നു. അത് ഉണ്ടായില്ല. ഇതിന് ഉത്തരവാദി പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്നതാണ് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ നേതൃയോഗത്തിൽ കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. MK മുനീറും ഒപ്പം തന്നെ KM ഷാജിയും ഇക്കാര്യത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. അതിൽ മുതിർന്ന നേതാവായ PK കുഞ്ഞാലിക്കുട്ടിയും ആ വിമർശനത്തെ അംഗീകരിച്ചു എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. അതുകൂടി പരിഗണിക്കുമ്പോൾ ഈ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസിനുള്ളിലും അതുപോലെ തന്നെ UDF-നുള്ളിലും ഉടലെടുത്തിട്ടുള്ള വലിയ തരത്തിലുള്ള ചേരിപ്പോര് പ്രകടമാകുന്നതാണ് പ്രധാന നേതാക്കളുടെ ഈ കൺവെൻഷനിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ. ഞാൻ ശ്രീനിധി നേരത്തെ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ലീഗ് നേതൃത്വത്തിന്റെയും വിശദീകരണം വരേണ്ടതുണ്ട്. പാണക്കാട് അദ്ദേഹം വിദേശത്തായതുകൊണ്ടാണ് പങ്കെടുക്കാത്തത്. പക്ഷേ അദ്ദേഹത്തെ പ്രതികരിച്ച് തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും ഇന്നത്തെ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടില്ല. അബ്ബാസ് അലി തങ്ങൾ ജില്ലയിൽ തന്നെ ഉള്ള നേതാവാണ്. അദ്ദേഹം ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു കൺവെൻഷൻ നടക്കുമ്പോൾ. അദ്ദേഹവും ഈ കൺവെൻഷനിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നിട്ടുണ്ട്. ശ്രീനിധി. ധ്രുവൻ പറഞ്ഞതുപോലെ തന്നെ ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പ്, അതിൽ ഈ ഒരു തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അടക്കം മാത്രമല്ല പാണക്കാട് കുടുംബവും പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും അത്. ധ്രുവൻ. തീർച്ചയായും വലിയ തരത്തിലുള്ള കോൺഗ്രസ് നേതൃത്വത്തിനും പ്രത്യേകിച്ച് UDF നേതൃത്വത്തിനും വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വെല്ലുവിളി നേരിടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ആര്യാട ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി. കോൺഗ്രസിലെ ഒരു വിഭാഗം ഇക്കാര്യത്തിൽ എതിർപ്പ് നേരത്തെ തന്നെ ഉണ്ട്. VS ജോയി എന്ന DCC അധ്യക്ഷനായിരുന്നു ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നത്. അവസാന ഘട്ടത്തിൽ ഒരാഴ്ച കൊണ്ടാണ് VS ജോയിയുടെ പേര് വെട്ടിമാറ്റി ആ പേരിലേക്ക് പകരം ആര്യാട ഷൗക്കത്ത് എന്ന ആളിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുന്നത്. ഇതോടെയാണ് PV അൻവർ ഇടഞ്ഞത്. PV അൻവർ ഇടയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ UDF പ്രവേശനവുമുണ്ട്. അദ്ദേഹം നിർദ്ദേശിച്ച VS ജോയിയെ വെട്ടി എന്ന തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ PV അൻവറുമായി നടത്തിയ പലതരത്തിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച പ്രധാനപ്പെട്ട 2 നേതാക്കൾ, ഒന്ന് K സുധാകരനും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുമാണ്. ഇതിൽ K സുധാകരൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, ഈ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ട രമേശ് ചെന്നിത്തല, അദ്ദേഹം മുൻ KPCC
ദേശീയ അധ്യക്ഷനാണ്. ഒപ്പം തന്നെ വി ഡി സതീശന് മുമ്പുള്ള പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹം. ഈ അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മുൻകൈ എടുത്തിരുന്നു. പക്ഷേ വി ഡി സതീശന്റെ കടുംപിടുത്തം കാരണം ജില്ലയിൽ അന്ന് നിലമ്പൂരിലെത്തി രാവിലെ അദ്ദേഹം എത്തിയ ശേഷം വൈകിട്ടടക്കമുള്ള പരിപാടിയിൽ പങ്കെടുക്കാതെ ഉടൻ തന്നെ തിരിച്ചു പോവുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത്. ഇന്ന് അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹവും ഈ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടില്ല. മറ്റൊന്ന് ലീഗിനുള്ള കടുത്ത അതിർത്തി തന്നെയാണ്. ലീഗിനുള്ള അതിർത്തി തങ്ങൾ കുടുംബത്തിന് വലിയ തരത്തിൽ വ്യക്തിപരമായി ആര്യാടൻ മുഹമ്മദിന്റെ കുടുംബത്തിനോട് വലിയ തരത്തിലുള്ള വിയോജിപ്പുണ്ട്. ആര്യാടൻ കുടുംബവുമായി കോൺഗ്രസിന്റെ അന്ന് എ വിഭാഗത്തെ നയിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദുമായി ബന്ധപ്പെട്ട വലിയ ഫൈറ്റാണ് മലപ്പുറം ജില്ലയിൽ ലീഗ് നടത്തിയിരുന്നത്. ആര്യാടൻ മുഹമ്മദിന് ശേഷം ആര്യാടൻ ഷൗക്കത്ത് വലിയ തരത്തിലുള്ള പ്രകോപനം ലീഗ് നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് തങ്ങൾ ഫാമിലിക്കെതിരെ, കുടുംബത്തിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിട്ടുണ്ട്. ദുർമന്ത്രവാദം നടത്തുന്നു, വെള്ളം ഓദിച്ചു കൊടുത്ത് കാശുണ്ടാക്കുന്നു, ഈ പറയുന്ന ാരെ അറസ്റ്റ് ചെയ്യുമെങ്കിൽ പോലീസ് നടപടിയെടുക്കണമെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് തങ്ങൾ കുടുംബത്തെയാണ് എന്ന തരത്തിലൊക്കെയുള്ള ആര്യാടൻ ഷൗക്കത്തിന്റെ വലിയ തരത്തിലുള്ള പ്രസ്താവനകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ സജീവമാണ്. അത് ആ പാർട്ടി പ്രവർത്തകർക്ക് ഇടയിൽ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സമയം മുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ലീഗിന്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി ഇത് പ്രചരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവഹേളിച്ച, തങ്ങൾ കുടുംബത്തെ അവഹേളിച്ച ആര്യാടൻ ഷൗക്കത്തിനോട് മനസ്സുകൊണ്ട് ഒരിക്കലും തങ്ങൾ കുടുംബത്തിനോ ലീഗിനോ നിൽക്കാൻ കഴിയില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ തന്നെയാണ് UDF യോഗത്തിൽ നിന്നും പാണക്കാട് കുടുംബവും ഒപ്പം തന്നെ കോൺഗ്രസിലെയും UDFിലെയും ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളും വിട്ടുനിന്ന സാഹചര്യം ചർച്ചയാകുക കൂടി ചെയ്തത്.